എന്റെ പൊന്നു മഞ്ജു ഞാൻ അടച്ചിട്. ചേട്ടാ ചേട്ടൻ ഈ ഓടിയിറന്ന് ജെല്ലുമാല കളിക്കണം. ചേട്ടൻ ഭ്രാന്തിണ്ടാ? എന്റെ പൊന്നു മഞ്ജു, അപ്പുറത്ത് മുസ്ലിങ്ങളെല്ലാം താമസിക്കുന്നത് നിനക്കറിയാൻ പാടില്ലേ? നിനക്ക് ചേട്ടാ ഈ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ ഈ ജെല്ലുമാല കളിക്കുന്ന എന്തിനാണ്? അവര് മനുഷ്യന്മാരൊക്കെ തന്നെ. അതല്ല മഞ്ജു, മുജീബിനും റസിയാക്കും നോമ്പാണ്. കൂടാണ്ട് അവിടെ 2 ചെറിയ കുട്ടികളുണ്ട്. നീ ഇവിടെ ഈ ബീഫൊക്കെ വെച്ചിട്ട് ഇതിന്റെ സ്മെല്ല് മാർക്കറ്റിൽ കിട്ടിയിട്ട് അവിടെ നിന്ന് ഓടി വന്നിട്ടാണ് ഞാൻ ചെല്ലുമ്പോൾ അതിലൊക്കെ അടച്ച് നിന്റെ അടുത്തേക്ക് വന്നത്. നിനക്കറിയോ, മുജീബിന് 2 ആഴ്ചയായി പണിയില്ലാണ്ടായിട്ട്. അവിടെ നോമ്പ് ഇറക്കാൻ പോലും ഒരു സാധനം മേടിക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കും. എന്നോട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞാണ് പെരുന്നാളിനൊക്കെ പിള്ളേർക്ക് എങ്ങനെ ഡ്രസ്സ് എടുക്കും, അതിൻ്റെ ഒരു പൈസ ഇല്ലാന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കണത് ശരിയാണോ? ചേട്ടാ ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇപ്പൊ ആർക്കാണ് പ്രശ്നം? അവർക്ക് നോമ്പാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടേ? എടി മഞ്ജു, നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, നമുക്കൊരു മര്യാദയുണ്ട്. മറ്റുള്ളവരെ ആരാധനയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. നോമ്പെന്ന് പറഞ്ഞാൽ അവരൊരു ആരാധനയുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും പട്ടിണി ഇരിക്കുന്നതാണ് അവർ. ആ സമയത്ത് നമ്മളിവിടെ ബീഫൊക്കെ വെച്ചിട്ട് ഇതിന്റെ സ്മെല്ല് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി അവരെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലും അവർ നോമ്പ് തുറക്കാണ്ട് അത് കഴിക്കൂല. നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കണ്ട. ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ജീബേ ജീബേ. ആ സൈഷേട്ടാ, മഞ്ജു വാ കേറ്, ഞാൻ നിസ്കരിക്കുന്നു. റസിയ ദേ അപ്പുറമുണ്ട്. സജീഷേട്ടനും മഞ്ജു വന്നേക്കണേ, ഇരിക്കി. റസിയ. ആ മഞ്ജു ചേച്ചിയാ, 2-3 ദിവസമായാലും കണ്ടിട്ട്. ഒന്നും പറയണ്ടേ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അടിയും തെളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല. എന്തേ പിള്ളേരെന്തേ? അവർക്ക് നോമ്പാണ്, പള്ളിയിൽ പോയേക്കും. അതെ, ഒരു കാര്യം ചെയ്യും, ഞാനേ കുറച്ച് പത്തിരിയും ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഇത് കൊണ്ടൊന്ന് അകത്ത് വെച്ചേ, പിള്ളേര് വരുമ്പോ കൊടുക്ക്. അയ്യോ ചേച്ചി, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതൊന്നും സാരില്ല, നോമ്പൊക്കല്ലേ. മഞ്ജു, എനിക്കും സജീഷേട്ടനും ഒന്നാമത് പണി കുറവാണ്. നമുക്ക് പരസ്പരം എല്ലാം അറിയാവുന്നതല്ലേ. അതിനിടയിൽ വെറുതെ നിങ്ങൾ ഇതൊക്കെ ഇല്ലാത്ത പൈസ അടക്കി ഉണ്ടാക്കി ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊന്നും കുഴപ്പമില്ല മുജീബേ, അയൽവക്കാരാകുമ്പോ ഇതൊക്കെ പതിവുള്ളതല്ലേ, സാറില്ല. പിന്നെ റസിയ, ഇതും കൂടെ വെച്ചോ, നീ പെരുന്നാളിന് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. മഞ്ജു, ഇത് കുറച്ച് കൂടുതൽ എന്താ, 10 ഇറച്ചി ഉണ്ടായിക്കൊണ്ടെന്ന് ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള പൈസ ഈ പണിയില്ലാത്ത നേരത്തെ ഇത്ര കഷ്ടപ്പെട്ട് തരേണ്ട കാര്യമില്ല. നമ്മ അയൽവാസികളല്ലേ, ഇത് പരസ്പരം എല്ലാം അറിയാല. അത് സാരില്ല മുജീബേ, ഞാനേ കുറച്ച് നാളായി ഓൺലൈനിൽ ഇങ്ങനെ മൂക്കുത്തികൾ തപ്പിക്കൊണ്ട് നടക്കണം. എനിക്ക് റിങ്ങിന്റെ മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പൈസ തരും, അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തങ്ങോട്ട് മാറ്റിയിരിക്കും. അങ്ങനെ 10,000 രൂപയായി. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് മുജീബിന് പണിയില്ല, പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ്, നമുക്കൊന്നും ഇനി ഓണം പെരുന്നാളൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ ഇത്രയും പ്രായമായില്ലേ, പിള്ളേരല്ലേ അതൊക്കെ ആഘോഷിക്കേണ്ടത്. ഞങ്ങൾക്കാണെങ്കിൽ പിള്ളേരും ഇല്ല, പിള്ളേര് ആഘോഷിക്കട്ടെ. എന്തായാലും ഞങ്ങൾ സന്തോഷത്തോടുകൂടി തരണല്ലേ. മുജീബ് അത് കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നന്നായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കും. സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ കുറെ വഴക്ക് പറഞ്ഞു ഇവിടെ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. കാരണം മുജീബിനും റുസിയാക്കും നോമ്പാണ്. അപ്പൊ നമ്മളിവിടെ ഇത് ഉണ്ടാക്കുമ്പോ അതിന്റെ സ്മെല്ല് അവിടെ ചെല്ലുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. എന്നിട്ടും അവൾ എന്നോടത് പറഞ്ഞില്ല ഇവിടക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു സർപ്രൈസ് ആയിട്ട് എനിക്ക്. സജീഷേട്ടാ, മഞ്ജുവിനെ പോലെ ഒരു ഭാര്യനെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യമാണ്. എന്തായാലും സജീഷേട്ടാ, നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് പോയാൽ മതി, ഇപ്പൊ വാങ്ങിക്കൊടുക്കും. അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇറങ്ങണം, നിങ്ങൾ എല്ലാവരും കൂടെ കഴിക്കും. അത് പറഞ്ഞാൽ ശരിയാവില്ല, എന്റെ ഒരു സന്തോഷമാണ്. റസിയ, ഉള്ളതൊക്കെ വേഗം എടുത്തു നോക്ക്, നോമ്പ് പറഞ്ഞിട്ടോ. ബൈ.